പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ UK യാത്രയിലും ദുരൂഹത. യാത്രയ്ക്ക് പിന്നിൽ കൃത്യമായ ആസൂത്രണവും വിദേശ ഫണ്ടിനുള്ള ഗൂഢാലോചനയും നടന്നതായി വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തി. മണപ്പാട്ട് ഫൗണ്ടേഷൻ UK-യിൽ ഒരുക്കിയ പരിപാടിയിൽ ചട്ടം ലംഘിച്ച് പണപ്പിരിവ് നടന്നതായും വിജിലൻസ് റിപ്പോർട്ടിലുണ്ട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരായ പുനർജനി കേസിൽ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വി.ഡി. സതീശന്റെ UK യാത്രയിലും വിജിലൻസ് ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. സ്വകാര്യ സന്ദർശനത്തിനും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമായാണ് വി.ഡി. സതീശന് UK-യിലേക്ക് പോകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയത്. UK യാത്രയ്ക്ക് അനുമതി നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നൽകിയ പൊളിറ്റിക്കൽ ക്ലിയറൻസിൽ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു. നിയമസഭാ സെക്രട്ടറി സതീശന്റെ UK യാത്രക്കായി NOC നൽകിയതും സ്വകാര്യ സന്ദർശനത്തിനും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാനുമാണ്. ഈ യാത്രാനുമതിയാണ് UK-യിൽ പോയി ഫണ്ട് പിരിവിനായി സതീശൻ ദുരുപയോഗം ചെയ്തതെന്നാണ് ആക്ഷേപം. സതീശന്റെ UK യാത്രയ്ക്ക് പിന്നിൽ കൃത്യമായ ആസൂത്രണവും വിദേശ ഫണ്ട് കേരളത്തിലെത്തിക്കാനുള്ള ഗൂഢാലോചനയും നടന്നതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. പുനർജനി തട്ടിപ്പിൽ ആരോപണവിധേയരായ മണപ്പാട് ഫൗണ്ടേഷൻ മലയാളികൾക്കായി നടത്തിയ പരിപാടിയിൽ വി.ഡി. സതീശൻ പങ്കെടുക്കുകയും ഓരോരുത്തരോടും 500 പൗണ്ട് വീതം സംഭാവന ആവശ്യപ്പെടുകയും ചെയ്യുന്ന വീഡിയോ നേരത്തെ പുറത്തുവന്നിരുന്നു. ഇത് FCRI നിയമത്തിന്റെ സെക്ഷൻ 2A നഗ്നമായ ലംഘനമാണെന്നും വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. വി.ഡി. സതീശൻ MLA സ്ഥാനം ദുരുപയോഗം ചെയ്ത് മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദുമായി ഗൂഢാലോചന നടത്തിയാണ് UK-യിൽ പോയതും ഫണ്ട് സ്വരൂപിച്ചതും എന്നാണ് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. നീറ്റ ജലാറ്റിൻ കമ്പനിയുടെ CSR ഫണ്ട് പുനർജനി പദ്ധതിക്കായി ദുരുപയോഗം ചെയ്തതായും വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.